നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും വഴി ആ അഖിലി എന്ന അർത്ഥത്തിലുള്ള ആ വിഷയം വളരെ സുപ്രധാനമായ വിഷയമാണ്. അതൊരു കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാനുള്ളതല്ല. പ്രത്യേകിച്ചും ആ വിഷയങ്ങളെല്ലാം സാധാരണ നാട്ടിൽ ക്ലാസ്സുകളൊക്കെ വെച്ച് എടുക്കേണ്ട വിഷയമാണ്. നിങ്ങൾ നല്ലൊരു വാഗ്മിനെ ക്ഷണിച്ചിട്ടുണ്ടാവും. നല്ല മാധുര്യമുള്ള സൗണ്ടിൽ ശബ്ദത്തിൽ വേല പറയുന്ന ആൾ. പക്ഷേ സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയം അയാൾക്ക് കൊടുക്കുമ്പോൾ ആ വിഷയം നിങ്ങൾ വിചാരിച്ച പോലെ ആ സ്റ്റൈലിലും ഭംഗിയിലും അവതരിപ്പിക്കാൻ കഴിയില്ല. അത് ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ ക്ലാസ്സിൽ പറയാം. അത് കുറേ നീട്ടിയിട്ടും രാഗം വലിച്ചിട്ട് പറയാനുള്ളതല്ല. അത് ഇങ്ങനെ പറഞ്ഞു തരേണ്ട, ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആരിഫ് ബാക്കി ഉസ്താദിൻ്റെ വാല് ഇന്ന് ശോഭിച്ചിട്ടില്ല എന്നാൾ ആരും പറയണ്ട. ഞാൻ കൊടുത്ത വിഷയം അങ്ങനത്തെ ഒരാൾക്ക് വേറെ വിഷയം കൊടുക്കണ്ടി. അതൊരു ക്ലാസ്സായിട്ട് എടുക്കാൻ വിളിച്ചെങ്കിൽ പ്രശ്നം വേറെ. ഏതായാലും വിഷയം അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖത്തീബ് ഉസ്താദ് ഓതി വെച്ചൊരു ആയത്ത്, അതായത് ഈ വിഷയം എന്തിനാണ് ഇവിടെ തിരഞ്ഞെടുത്തത്, ഇനിയിപ്പം നമ്മുടെ ഈ ആശയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് ഒരു പറ്റം ജനങ്ങൾ വ്യതിചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പൂർവീകരായ ജനങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വഴിയിൽ നിന്ന് വ്യതിചരിച്ച് അതിനെ കൊഞ്ഞണം കാട്ടുകയും നിസ്സാരപ്പെടുത്തുകയും അതിനെ അവഹേളിക്കുകയും തരം താഴ്ത്തുകയും ആ വഴി തെറ്റായ വഴിയാണ് എന്ന് സമുദായത്തിന് മുമ്പിൽ ക്ലാസ് എടുത്ത് പ്രസംഗിച്ച് നടക്കുമ്പോൾ നമുക്ക് ഈ വിഷയം ജനങ്ങളോട് പറയൽ അനിവാര്യമായി തീർന്നു. പണ്ട് നോക്ക്, നമ്മുടെ നാട്ടിൽ എല്ലാം ഒരേ പാർട്ടി. ഏത്? സുന്നികൾ. ഞങ്ങൾ വേറൊന്നുമില്ല. ഉണ്ടാ? ഇപ്പം നിങ്ങൾ ഏതിരു കൂടും? മുജാഹിദ് വേറെ, സലഫി വേറെ. സലഫിൽ തന്നെ കുറേ പാർട്ടി. തബ്ലീഗ് വേറെ. ഷിയാക്കൾ 10-46 പാർട്ടി അവരുണ്ട്. ഷിയാക്കൾ നിങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്ത ജമാഅത്ത് ഇസ്ലാമി വേറെ. എത്രയോ പാർട്ടിയുണ്ട്. ഈ എല്ലാ പാർട്ടിയിലും മെമ്പർ എടുക്കുന്നതാ, ഇതെല്ലാം കൂടുന്നതാ. അഹ്ലെ ഹദീസ് വേറെ, അഹ്ലുൽ ഖുർആൻ വേറെ. ഇതെല്ലാം കൂടിക്കൊണ്ട് പോയെങ്കാവാ. അപ്പം അപ്പ സലഫി, മോൻ ജമാഅത്ത് ഇസ്ലാമി, മരിമോൻ തബ്ലീഗ്, പിന്നൊരു മോൻ ഷിയ, പിന്നൊരു മോൻ വേറൊന്ന്. ഇങ്ങനെയുള്ള പൊരലായിക്കൊണ്ടുണ്ടെങ്കാവാ. ഏതിലും കൂടും. ജമാഅത്ത് ഇസ്ലാമിക്കാർ നമ്മുടെ ശരിയെന്ന് പറയും, സലഫികൾ അവരുടേതെന്ന് പറയും, പിന്നെ ഒരു കൂട്ടർ മറ്റുടേതെന്ന് പറയും. ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതിര് കൂടും. അവൻ നമുക്കതൊന്നുമില്ലാതെ നമുക്ക് പണ്ടേ ഉള്ള നമ്മുടെ ഒരു വഴിയുണ്ട്. നമ്മുടെ പാപ്പാന്മാർ, ഉപ്പാപ്പന്മാർ, അവരുടെ ഉപ്പാപ്പന്മാർ, അവരുടെ പൂർവികർ കാണിച്ചു തന്നൊരു വഴിയില്ലേ. ഇപ്പോൾ നോക്കും, മക്കത്തിപ്പോൾ തറാവി നിസ്കാരം 10 റക്അത്ത്, മദീനത്ത് 10 റക്അത്ത്. ഇത് കൊറോണൻ്റെ ഇപ്പോൾ കുറച്ചത് പോരും. അതിന് മുമ്പെല്ലാം 20 തന്നെ ഉണ്ടായത്. ഇനി കുറച്ചും കാലം കഴിഞ്ഞെങ്കിൽ ചെല്ലും, എന്തിനല്ല അവിടുത്തെ മൂലൊക്കെ 20 നിസ്കരിക്കരേ, അവിടെ 10 ഉള്ളതാണ്. 10 ഉണ്ട്, 20 ഉണ്ടായിട്ടില്ലേ? ഒരു കുറച്ചതല്ലേ? അപ്പോൾ ഇത്ര കാലം, ഒരു നിബിത്തങ്ങളെ കാലം മുതൽ 20 നിസ്കരിച്ചിന് ഇപ്പം എന്താ 10 ആക്കി? എന്തിനു വേണ്ടി 10 ആക്കി? മക്കത്തും 10, മദീനത്തും 10. അവിടെ 10 ഉള്ളൂ എന്ന് വാദിക്കാം. അപ്പോൾ ഇതുവരെ ഇത്ര കാലം ഉണ്ടായിട്ടില്ലേ? അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ മറ്റുള്ള അറബ് നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതെല്ലാം അവർ മാറ്റിമറിച്ച്. ചരിത്രം നമുക്കറിയില്ല. ഇപ്പോൾ തറാവി കുറച്ചേ പോലെ എല്ലാം ഇല്ലാണ്ടാക്കി. അപ്പം അതുകൊണ്ട്
ഞങ്ങൾ ഈ കണ്ടയും കെട്ടിയും ഇര വയലു പോകാൻ പാടില്ല. ഫസ്തഖിം കമാ ഉമിർത, തങ്ങളോട് കൽപ്പിച്ചതുപോലെ തങ്ങൾ നേർക്ക് നേരെയാകണം. ഇസ്തിഖാമത്ത്, ഇസ്തിഖാമത്ത്, സ്ട്രൈറ്റ് പോകണം, നേരെ നിൽക്കണം, തെറ്റാൻ പാടില്ല. ഈ ആയത്തിനെ കുറിച്ച്, ഈ ആയത്ത് ഇത് ഇറങ്ങിയതിന് ശേഷം ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ യാ റസൂലല്ലാഹ്, നബിയേ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴേക്ക് റസൂലുള്ളാന്റെ തലയിൽ നിന്ന് താടിയിൽ നിന്ന് ചില രോമങ്ങൾ നരച്ചു പോയി. നബിയെ ഇത്രയും പെട്ടെന്ന് നര ബാധിക്കാൻ എന്താണ് കാരണം? അപ്പോഴേക്ക് റസൂലുള്ള പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഫസ്തഖിം, ഇസ്തിഖാമത്തിലാകണം, നേർക്ക് നേരെ ഉറച്ചു നിൽക്കണം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. ഞാൻ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോകുമോ, ഇസ്തിഖാമത്തിൽ നിന്നിട്ട് മാറിപ്പോകുമോ, അത് പേടിച്ചിട്ടാണ് എൻ്റെ രോമങ്ങളിൽ ചിലത് നരച്ചു പോയത് എന്ന് നബിയുനാ റസൂലുള്ളാഹി ശയ്യബത്തിനി ഹൂദ് വ അഖവാതുഹാ. അല്ലേ? അപ്പൊ ഇസ്തിഖാമത്ത് കുറച്ച് കഷ്ടമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ച്, അല്ല ഇസ്തിഖാമത്തിലാവണമെന്ന് പറഞ്ഞില്ല, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്ത്? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ്, കുർക്കൻ്റെ ബുദ്ധി ഇരിക്കാൻ തീർലാന്ന്. ആരെ? കുർക്കൻ്റെ ബുദ്ധി. കുർക്കൻ്റെ ബുദ്ധി എന്തിനു കൊണ്ടുണ്ടാ? അത് പോകുമ്പോഴേക്ക് ഒരു തെരുവിൽ പോകുമ്പോൾ അപ്പുറത്തൊരു കോളിൻ്റെ ശബ്ദം കേട്ടെന്ന് കണ്ടെങ്കിൽ അവിടെ പോട്ടിരും, ആടിൻ്റെ സൗണ്ട് കേട്ടെങ്കിൽ തിരിഞ്ഞിട്ട് വാപ്പസ് കൂടൊക്കെ ഉണ്ട്. അതിക്കൊരു ലക്ഷ്യസ്ഥാനം ഇല്ല, ഇന്ന റൂട്ടിൽ പോകണം, ഇന്ന ജാഗയൊക്കെ എത്തണമെന്ന്. വാടെ സൗണ്ട് കേട്ട് അവിടെ ഒരു അപ്പുറം പോന്ന്, ഇപ്പുറം പോന്ന്, ബാക്കിലേക്ക് ഓടി വരുന്നു, പിന്നൊരു ഭാഗത്തേക്ക് പോന്ന്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ സ്വഭാവം ഉണ്ടാകാതിരിക്കലാണ്. അപ്പോൾ സ്ട്രൈറ്റ് നേരെ ഒരേ റൂട്ടിൽ പോകണോ? ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ചെന്നിട്ട് അവൻ്റെ തെരുവിൽ പോകണ്ടല്ല, പിന്നെ ഒരു പാർട്ടിക്കാരൻ പറഞ്ഞ് അവൻ്റെ തെരുവിൽ പോകണ്ടല്ല, നിൻ്റെ അബ്ബ, നിൻ്റെ ബോബ, നിൻ്റെ ഉപ്പാപ്പ അവരിലപ്പോൾ പോയാ അങ്ങനെല്ലാം തിരക്കെത്തുകയാ അല്ലേ? അവരെല്ലാം പോയി എന്നെയെന്നാ നിങ്ങളുടെ കണക്കിൽ? അവർ മൗലിദ് ഓതിയിട്ടില്ലേ, അവർ റാത്തീബാക്കിയിട്ടില്ലേ, എല്ലാം ചെയ്തിന്. ആ ഒരു വഴിയിൽ അടിവറച്ച് നിൽക്കണം. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് നമ്മെ നീ ചേർക്കണേ അല്ലാ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അതായത് നീ നിഅമത്ത് ചെയ്ത ജനങ്ങളുടെ മാർഗത്തിലേക്ക് ചേർക്കണം. നീ നിഅമത്ത് ചെയ്ത കൂട്ടർ. ഗൈരിൽ മഗ്ളൂബി അലൈഹിം, നിന്റെ ദേശത്തിന് അർഹരായ ജൂതന്മാരുടെ മാർഗത്തിലേക്ക് ചേർക്കല്ല. വലല്ലാലീൻ, സ്വയം പഴച്ചുപോയ നസ്വാറാക്കളുടെ മാർഗത്തിലേക്ക് നമ്മെ നീ ചേർക്കല്ല അല്ലാ. നീ നിഅമത്ത് ചെയ്ത കൂട്ടർ ആരാണ്? വേറെ ഒരു ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, അദാരീ മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അത് നബിമാരാണ്, സിദ്ദീഖീങ്ങളാണത്, അത് ശുഹദാക്കളാണ്, അത് സാലിഹീങ്ങളാണ്. അവരെ മാർഗം ഗൗസുൽ ആലമിൻ്റെ മാർഗം, റിഫായി ശൈഖിൻ്റെ മാർഗം, ഖാജ മുഈനുദ്ദീൻ ദിസ്ൽ അജ്മീർ തങ്ങളുടെ മാർഗം, അമ്പിയാക്കളുടെ മാർഗം,
ഔലിയാക്കളുടെ മാർഗം സിദ്ദീഖീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. അതിലേക്ക് ചേർക്കണേ അല്ലേ? അങ്ങനെ വേണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മകള് ഉമ്മു കുൽസൂം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മയ്യത്തിൻ്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, യാ ബിന്തി ഇൽഹഖി ബിസലഫിനൽ ഖൈരി ഉസ്മാൻ ഇബ്നു മൽഊൻ, ഉസ്മാൻ ഇബ്നു മൽഊൻ. മോളെ, നീ മരിച്ചു കഴിഞ്ഞാൽ നീ ഏറ്റവും ഉത്തമനായ സാലിഹായ ഉസ്മാൻ ഇബ്നു മൽഊനിലേക്ക് നീ ചേർക്കണം, കൂടെ നിൽക്കണം. നീ അവരിലേക്ക് ചേരണം. മരിച്ചാലും സാലിഹ്യങ്ങളോട് കൂടെയാകണം, ജീവിതകാലത്തിലും സാലിഹ്യങ്ങളോട് കൂടെ നിൽക്കണം, നല്ല മനുഷ്യന്മാരോട് കൂടെ നിൽക്കണം. ഇപ്പം നോക്ക്, ഞങ്ങൾക്ക് നോക്ക്, ഇപ്പം ഞങ്ങൾ ഒരു സുന്നിയായിട്ട് ജീവിക്കുമ്പോൾ ഒരു ചന്തം നോക്കൂല. എന്ത് കാണുമ്പോൾ അസ്സലാമു അലൈക്കും അപ്പോൾ കറക്ക ഉസ്താദേ അസ്സലാമു അലൈക്കും വാലൈക്കും സലാം അല്ലേ? എന്തൊരു ചന്തം, എന്തൊരു മുഖത്ത് കാണുമ്പോൾ ഒരു പ്രസന്നത, അപ്പുറം ഇപ്പുറം ഒരു പൊരുത്തപ്പെട്ടിട്ട് എത്ര നല്ലതിലേക്കെല്ലാം ചിലവാക്കുന്ന കോളേജിക്ക്, അറബി കോളേജിക്ക്, പാവങ്ങൾക്ക്. ഈ പാർട്ടി വിടുമല്ലോ, വിട്ടിട്ട് വേറെ ഒരു വിധത്തിൻ്റെ പാർട്ടിയിൽ കൂടുമല്ലോ. ഓൻ്റെ അത് പോത്തിൻ്റെ കണ്ണ് മാന്തിയിട്ട് എടുത്തെനക്ക് കാണുമ്പോൾ സലാമുമില്ല, നോക്കൊന്നുമില്ല, കുടുംബമില്ല, ബന്ധമില്ല, ഒരു 10 രൂപ ഇതിന് കൊടുക്കേല. അപ്പം ഇതിനെ മനസ്സിലാക്കുക, നല്ല റൂട്ട് ഏത്, നമുക്ക് നല്ലൊരു വഴി ഏതെന്ന് ചിന്തിച്ചാൽ എന്തൊരു സ്നേഹം, എന്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെരുമാറ്റം, എന്തൊരു കുടുംബബന്ധം അല്ലേ? ജീവിക്കണമെന്നാണ്. ഇതേ വഴിയിൽ അടിവറച്ച് നിന്ന് മുന്നോട്ട് പോകണം. ഇതാണമയും കണ്ണിത്തുസ്താദും കുത്ബി മുഹമ്മദ് മുസ്ലിയാറും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാറും അല്ലേ, ഇതുപോലെ തുഴമുറിൽ ഖാലിത്തങ്ങളും സൈനുദ്ദീനുൽ മഖ്ദൂമുത്തങ്ങളും പല്ല മഹാമാറൊക്കെ കാണിച്ചു തന്ന വഴി ഇതാണ്. ഈ വഴിയിൽ കൂടി മുന്നോട്ട് പോകണം. അവരാണ് ഖുർആനും ഹദീസും ദീനും അറിഞ്ഞവർ, അവരാണ്. അതുകൊണ്ട് ആ വഴിയിൽ നിന്നിട്ട് തെറ്റാതെ അതിൽ അടിവുറച്ച് നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം ഈ നാട്ടിൽ ശക്തിപ്പെടുത്തിയിട്ട് അത് അല്ലാത്ത ഒന്നിനും കൂടെ ഒരു പരിമിഷനും നൽകാതെ ആ യഥാർത്ഥ സുന്നികളായി ജീവിക്കാൻ തയ്യാറാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ പരിശുദ്ധ വചനം കൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങളെ മുഖ്യ പ്രഭാഷണാക്കുക വേണ്ടിയിട്ട് ഉസ്താദ് ആരിഫ് ബാക്കവി കൊപ്പ അവറുകളെ കോടിയത്തിലേക്ക് ക്ഷണിക്കുന്നു.